ഒരുത്തനിങ്ങനെ അധ്വാനിക്കുക, കുടുംബത്തിലെ മറ്റുള്ളവരൊക്കെ അതിന്റെ പങ്ക് വെച്ച് ജീവിക്കുക. ഇതിവിടെ അല്ലാതെ ഈ ലോകത്ത് എവിടെ നടക്കും? ഇനിയിപ്പം നിങ്ങൾ വന്നില്ലെങ്കിലല്ല, നിങ്ങളുടെ മണി ഓർഡർ വന്നില്ലെങ്കിലാ അവർക്ക് സങ്കടം. മഞ്ഞും മഴയും വെയിലും ഒക്കെ കൊള്ളാതെ തണലേക്ക് കൊണ്ടു നടന്നതൊക്കെ അവര് മറക്കും. ഇനി ഈ ഓട്ട വന്ന കൊട പോലെ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും നിന്റെയൊക്കെ അവസാനം. അല്ലാതെ നിന്നോടൊക്കെ ആർക്കാരായി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്തേടി? ഞാൻ ഓഫീസിലാണ്, ഞാൻ റൂമിൽ ചെന്നിട്ട് വിളിക്കാം. നിക്ക് വെക്കലേ ഒരു കാര്യം പറയണ്ടിക്കാ. എന്തേ മോളെ? ഇപ്പൊ ഓൺലൈൻ ക്ലാസ് അല്ലേ സ്കൂളിലും മദ്രസയിലും ഒക്കെ. അതിന് ചെക്ക അവിടെ കിടന്ന് ഉച്ചയും പാളയും കൂട്ടിന്ന് ഫോണിന്. നിങ്ങൾ അക്കൗണ്ടിക്ക് കുറച്ച് പൈസ ഇടിട്ടാ. എന്നിട്ട് ഓനോടെ? ഓ ഉറങ്ങാൻ കിടന്നിക്കണ്. ഉമ്മാക്കൊക്കെ സുഖല്ലേ? ആന്നോ, ഓർക്ക് കൊഴപ്പൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും സുഖാണ്. ഇക്കാന്റെ പാടെന്താ, സുഖല്ലേ? ഇവിടെ പഠിച്ചോന്റെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ലാതെ പോണു. ഞാൻ എന്തായാലും ലീവിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലീവ് കിട്ടുവോ? കിട്ടുന്ന തോന്നണ. ഇക്കപ്പൊ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരാനൊന്നും നിക്കണ്ട. ഇവിടെ പ്രായമായ ഉപ്പിമ്മയൊക്കെ ഉള്ളതല്ലേ. പിന്നെ നമുക്കൊരു ചെറിയ മോനും ഉണ്ട്. എല്ലാരും പറയാണ് വരുന്നവർക്കൊക്കെ കൊറോണയാണ് എന്ന്. നിങ്ങളിപ്പോ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരാൻ നിക്കണ്ട. ഇവിടെ പാർക്കും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ കൊറോണ ഒക്കെ മാറിയിട്ട് നിങ്ങള് ലീവിന് കൊടുത്താ മതി. എന്നാ ഞാൻ പിന്നെ വിളിക്കാം. എന്തേ മോനെ, എന്തേച്ചി? ഒന്നുമില്ല. എന്താടാ, തലവേദന വല്ലതും ഉണ്ടാ? ഒന്നുമില്ലടാ. എന്തേ, വർക്ക് ഓവർലോഡ് ആയിരുന്നോ? അതൊന്നുമല്ല. മോനെ ഇജ്ജ് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. അപ്പോഴത്തേക്ക് ഞാൻ സുലൈമാനിടാം. അനക്കൊന്ന് ഓഫ് ചെയ്യുന്നല്ലേ? ആടാ, നമ്മൾ അപ്പുറത്തുള്ള ഫ്ലാറ്റിലെ 5 പേരെ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അതാണല്ലേ ഞാൻ വരുമ്പോ ആംബുലൻസ് ഒക്കെ കണ്ടിരുന്നത്. അതന്നെ ആവും. അപ്പുറത്തുള്ളവരൊക്കെ ടെസ്റ്റിന് അയച്ചേക്കണം. മോനെ ഹലോ, അസ്സലാമു അലൈക്കും. ഫായിസ്, എന്താടാ പാട്? ജോലിയൊക്കെ ഉണ്ടാ? പിന്നെ
ഞാൻ ഇന്നലെ കോഴിക്കോട് പോയപ്പോ നമ്മളെ അട്ടവശീറാറിന് ഇജ്ജ് ലീവിന് കൊടുത്തേക്കണെന്ന് ശരിയല്ല. എന്റെ ഒരു അഭിപ്രായത്തിലേ ഇജ്ജിപ്പോ ഇങ്ങോട്ട് വരാൻ നിക്കണ്ട. ഇവിടെ അവിടുന്ന് ആൾക്കാരിങ്ങനെ വരണോണ്ട് ഇവിടെ കൊറോണ ആയ കൂടി. അല്ലാതെ എനിക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നും അല്ല കേട്ടാ. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ചെക്കന്മാരൊക്കെ ഒരു അഭിപ്രായം അത് തന്നെയാണ്. എന്തായാലും ഇജ്ജ് എന്റെ ഇഷ്ടമാതിരി നോക്ക്. എന്തായാലും ഇജ്ജ് അഭിപ്രായം അറിയിക്ക്. അല്ലട പൈസ അന്റെ ലീവിന്റെ കാര്യം ഇപ്പൊ എന്തായി? ആ എംബസിന്ന് വിളിച്ചിന്ന് ലീവ് കിട്ടിക്കണ്. കോൾ അടിച്ചല്ലോ. അൽഹംദുലില്ലാ, അങ്ങനെ ഒരാളെങ്കിലും മരുഭൂമി കേച്ചിലാവില്ലോ. ഇനിയിപ്പോ കൊറോണ വന്നാലെന്താ, നാട്ടിലെത്തിയാ എനിക്ക് സുഖമല്ലോ. അല്ലടാ ഞാൻ പോണില്ല, ലീവ് ക്യാൻസലാക്കി. ആയിസേ, നമ്മളെപ്പോലത്തെ ഓരോ പ്രവാസികൾ ആഗ്രഹിക്കണല്ലടാ സ്വന്തം പെരക്കാരും കുട്ടികളെയും മക്കളെയൊക്കെ ഒന്ന് കാണാന്നുള്ളത്. നിങ്ങൾക്ക് എന്താ പറ്റിയ പൈസക്ക? നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? പിന്നെ എന്തിനാ ഒഴിവാക്കിയത്? അനക്കെന്തേ പറ്റി? കൂടെയുള്ളവരെ പേടിപ്പെടുത്തിയും മറ്റുള്ളവരെ ശാപം കൊണ്ടും മരിക്കുന്നതിന് പകരം ഈ മരുഭൂമി കിടന്ന് മരിക്കുക തന്നെയാണ് നല്ലത്. നമ്മളൊക്കെ നാട്ടിൽ ചെല്ലുന്നത് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ പേടിയാണ് അത്രയുള്ളൂ. പ്രവാസികളെ വരവേൽക്കാനും നമ്മളൊക്കെ കാത്തിരിക്കാനും ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ കൊറോണയുടെ മുന്നേ. ഇപ്പൊ കൊറോണയെ പോലെ നമ്മളെയും പേടിയാണ് കേട്ടോ. നമ്മള് കൊറോണ കൊണ്ടാണ് അത്ര വരുന്നത് പോലും. ലീവ് കിട്ടിയ വിഷയം വിളിച്ചു പറഞ്ഞപ്പോ നാട്ടിലുള്ളവർക്കും വീട്ടിലുള്ളവർക്കും പേടി. നമ്മൾ എന്ത് തെറ്റാടോ ചെയ്തത്? സ്വന്തം കുടുംബത്തെ നോക്കാനും വേണ്ടി നമ്മളിവിടെ വന്നു. ഇപ്പൊ അവർക്കും നമ്മളെ വേണ്ടാതെ. സ്വന്തം നാട്ടിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. അതാണടാ പ്രവാസി. ഇക്ക, എന്റെ ഫ്രണ്ട് ഒന്ന് വിളിച്ചിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അത്രക്കും സ്ട്രെസ് കിട്ടിയോണ്ടാണ്. നാട്ടില് 14 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകേണ്ട ഇപ്പോഴും ലോഡ്ജെടുത്ത് നിൽക്കാണ്. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ നമ്മളെ പേടി തന്നെയാണ്. മോനെ, നമ്മൾ ഈ ആയുസിന്റെ പകുതിയും നമ്മൾ ഈ ഭൂമിയിലാണ്. നമ്മളെ മനസ്സിലാക്കാൻ നമ്മളെപ്പോലത്തെ ലക്ഷക്കണക്കിന് പ്രവാസികളുണ്ട് ഇവിടെ. ആർക്ക് വേണ്ടതായാലും ഓരോ പ്രവാസിക്കും അറിയാം ഓരോ പ്രവാസിയുടെ അവസ്ഥ. നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്നും നമ്മൾ സമ്മാനപ്പൊതികൾ വെച്ച് ചെല്ലുന്ന ഒരു വിരുന്നേര് മാത്രമാണ്. നമ്മുടെ നാടും വീടും കുടുംബവും ഒക്കെ തന്നെ ഇടും. നമ്മൾ ആർക്കും വേണ്ടെങ്കിലും നമുക്ക് എല്ലാരും വേണം. എല്ലാ പ്രശ്നങ്ങളും തീരും അന്ന് നമ്മളെല്ലാവർക്കും വേണ്ടി വരും. അതുവരെ നമ്മൾ കാത്തിരിക്കാം. അതുവരെ നമുക്ക് നമ്മൾ മതിയടോ. ഉള്ളിലെത്ര സങ്കടമുണ്ടെങ്കിലും സുഖമാണെന്ന് പറയാൻ പഠിപ്പിച്ചത് ഈ പ്രവാസമാണ്. നാട് എന്നത് പ്രവാസിക്ക് വിശേഷിച്ചും ഗൾഫുകാരന് വിശ്വാസവും ആശ്വാസവുമാണ്. നാടിന്റെ കരുതലാണ് ഇന്ന് അവൻ ഏറെ മോഹിക്കുന്നത്. നാട്ടിലെത്തിയാൽ മതിയെന്ന വിശ്വാസം അവന് നൽകുന്നതും പിറന്ന മണ്ണിൽ കിട്ടുമെന്നുറപ്പുള്ള ആ കരുതലിൽ നിന്നാണ്. ആ ആത്മവിശ്വാസം അവന് പകരേണ്ട സമയമാണ്. അതിനിനിയും വൈകരുത്. ഇത് ഗൾഫ് മലയാളിയെക്കുറിച്ച് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തു ജീവിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ഇപ്പോൾ നാടിന്റെ തണൽ മോഹിക്കുകയാണ്.